ഇന്ത്യക്കെതിരെ നിരന്തരം പരാമർശം നടത്തുന്ന പാകിസ്ഥാനിലെ ഒരു മന്ത്രിയാണ് അവിടുത്തെ പ്രതിരോധ മന്ത്രി. ഇപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആദ്യം സഹായത്തിന് എത്തുന്ന രാജ്യം സൗദി അറേബ്യ ആയിരിക്കും. കാരണം നിലവിലെ കരാർ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ വെല്ലുവിളി. പണ്ട് നാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇത്തരം വെല്ലുവിളികൾ കണ്ടിരുന്നു. പാകിസ്ഥാന് ഇത് അദ്ദേഹം ഇങ്ങനെ പറയാനുണ്ടായ ഒരു ബാക്ക്ഗ്രൗണ്ട്, പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നാറ്റോ മോഡലിൽ ഒരു കരാർ ഉണ്ടാക്കി. അതായത് നമ്മൾ ഈ കരാറിലുള്ള ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് കൂട്ടായ ആക്രമണമായിട്ട് കണക്കാക്കും എന്നാണ് നാറ്റോയുടെ രീതിയിൽ പറയുന്നത്. ആ രീതിയിലുള്ള ഒരു കരാർ എന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് വരെയും പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനെ ഒരു കരാർ അല്ലെങ്കിൽ നാറ്റോ സഖ്യം പോലുള്ളൊരു സഖ്യമാണെങ്കിൽ അതിൻ്റെ കരാറിൻ്റെ വ്യവസ്ഥകൾ രണ്ട് രാജ്യങ്ങളും ചേർന്ന് പരസ്യപ്പെടുത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, ഇപ്പം ബിലാവൽ ഭൂട്ടോ ആയാലും, പാകിസ്ഥാനിൽ നിന്ന് ശരിക്കും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെ ആ രാജ്യത്ത് ഇല്ലാതായി പോയി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇതെല്ലാം കൂടെ അസീം മുനീറിനെ ഏൽപ്പിച്ചൊക്കെയാണ് ഫീൽഡ് മാർഷലാക്കിയിട്ട്. തോറ്റ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്നത്. ഈ തോറ്റ ഫീൽഡ് മാർഷലിനെയാണ് ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത്. അദ്ദേഹം നിരന്തരം അമേരിക്കയിൽ പോകുന്നു, അദ്ദേഹം നിരന്തരം സൗദിയിൽ പോകുന്നു. ഇതിനിടയ്ക്ക് തന്നെ കുറേ സന്ദർശനങ്ങൾ സൗദിയായിട്ടും അമേരിക്കയായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിൽ അവർ തമ്മിൽ ഒരു കരാറുണ്ടായിട്ടെങ്കിൽ അതിനകത്ത് അമേരിക്കയുടെ ഒരു കൺസെൻറ്റ് എന്തായാലും ഉണ്ടായേ പറ്റും. അപ്പം അമേരിക്ക ആയിരിക്കണം ഇങ്ങനെ ഒരു സഖ്യത്തിന് ഒരു നേതൃത്വം കൊടുക്കുന്നത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിർത്തി, രണ്ട് ഭീകരവാദം. നമുക്ക് വേറെ മൂന്നാമത് ഇഷ്യൂ ഒന്നും നമുക്ക് പാകിസ്ഥാനില്ല. നമുക്ക് പാകിസ്ഥാനികളെ പരമ്പരാഗത ശത്രുക്കളായിട്ട് കാണേണ്ട മറ്റു യാതൊരു കാര്യങ്ങളുമില്ല. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുന്നു, ഇന്ത്യൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് എന്താ പറയുന്നത് പാകിസ്ഥാൻ പറയുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേർ കാശ്മീർ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ഒരു കീറാമൂട്ടിയാണ്. അതിൽ ഒരു ഘട്ടത്തിലും ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് 75 വർഷത്തിനിടയ്ക്ക് ഒരു ഘട്ടത്തിലും നമ്മൾ ഒരു മൂന്നാം കക്ഷിയെ നമ്മൾ ഇതിനകത്ത് ഒരിക്കലും ചേർത്തിട്ടില്ല. അമേരിക്ക റഷ്യ പോലും ഈ കാര്യത്തിൽ സംസാരിക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, ഞങ്ങൾ തീർത്തോളാം, വേറെ ആരോടെ പറഞ്ഞു. ഇപ്പോൾ കാശ്മീർ വിഷയത്തിൽ അപ്പോൾ സൗദിക്ക് പ്രത്യേകിച്ച് പ്രൊമിനൻസ് ഒന്നുമില്ല. അടുത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെററിസമാണ്. ഈ ടെററിസം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി അത് അഫ്ഗാനിസ്ഥാനിലോട്ടും പാകിസ്ഥാനിലോട്ടുമൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. ഈ ടെററിസത്തിനെതിരായിട്ട് MBS എന്ന് പറയുന്ന അവിടുത്തെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ ചെന്ന് റിസീവ് ചെയ്ത ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. നരേന്ദ്രമോദിയൊക്കെ ഇന്ത്യക്ക് ഒരു വളരെ ഹൈ എസ്റ്റീമിൽ കാണുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയും പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യയ്ക്ക് അവർ പിച്ചക്കാരാണ്. അവർക്ക് എപ്പോഴും പിച്ച കൊടുക്കുന്നത് നമ്മുടെ സൗദി അറേബ്യയാണ്. ഏറ്റവും കൂടുതൽ അവർക്ക് അവർ ഒരു മതരാഷ്ട്രം എന്നുള്ള രീതിയിലുള്ള ഒരു സാഹോദര്യത്തിൻ്റെ പുറത്ത് അവർക്ക് റംസാൻ മാസത്തിൽ സക്കാത്ത് കൊടുക്കണമല്ലോ, അതുപോലെ സക്കാത്ത് പോലെ കുറച്ച് പൈസ അവർ എല്ലാ വർഷവും പാകിസ്ഥാന് കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വാലാട്ടാറുണ്ട്. അതിൽ കൂടുതൽ ഇന്ത്യയെ പോലുള്ള ഒരു ശക്തിയെ, അവരുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറായിട്ടുള്ള ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്തെ അനോ ചെയ്തിട്ട് അവരെ നമ്മളെ വെറുപ്പിച്ചിട്ട് പാകിസ്ഥാനെ സഹായിച്ചിട്ട് അവർക്ക് നേടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പാകിസ്ഥാനുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കരാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് രണ്ടു പേർക്കും ഗുണമുണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി അറേബ്യ ഇന്ത്യയെ തിരിച്ചാക്രമിക്കുമെന്ന്. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൗദി അറേബ്യയെ വേറെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ അവർക്ക് വേണ്ടിയിട്ട് ആക്രമിക്കുമെന്ന് ആ കരാറിൽ പറയുന്നുണ്ടോ എന്ന് പറഞ്ഞ മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല. അപ്പം വളരെ പക്വതയില്ലാത്ത ഒരു വിദേശ നയമാണ് പാകിസ്ഥാനിൽ കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. ബേനസീർ ഭൂട്ടോയുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം പക്വതയുള്ള ആഭിജാത്യമുള്ള മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒന്നും അവിടെ ഇതുവരെയും വന്നിട്ടില്ല. ശരിക്ക് ഇന്ത്യയിലെ പ്രസിഡന്റുമായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ ഒക്കെ താരതമ്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നിർമ്മല സീതാരാമനുമായിട്ടോ ഒന്നും നമുക്ക് താരതമ്യം ചെയ്യേണ്ട വ്യക്തിത്വങ്ങൾ അവിടെ മന്ത്രി തലത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർ പറയുന്നത്, ഈ പ്രതിരോധ മന്ത്രി തന്നെ മുൻപ്
പലതവണ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരായിട്ടില്ല. അദ്ദേഹം CNN പോയിട്ട് ഞങ്ങൾ വെസ്റ്റേൺ കൺട്രീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡേറ്റി ജോബൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആളാണ്. ഒരു രാജ്യത്തിന്റെ ഒരു അല്ലെ വിമാനം തകർന്ന് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു, അത് ഇദ്ദേഹമായിരുന്നു. അയാൾ പറഞ്ഞത് മുഴുവൻ വൾഗറാണ്. നമുക്കിവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള നിലവാരം കുറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിക്ക്, അവിടുത്തെ വിദേശകാര്യ മന്ത്രി ഇങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ ആ ഒരു നിലവാരത്തിലുള്ള ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാക്കളൊന്നുമല്ല. കിട്ടിയവരെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മന്ത്രിസഭയും അവരുടെ ഒരു പക്വതയില്ലായ്മയാണ് ഈ ഉണ്ടായ പല കാര്യങ്ങളും. അപ്പോൾ ഇന്ത്യയെ പോലുള്ള, ഇപ്പം ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അതിലൊരു ഭാഗം ചിലപ്പോൾ കൊടുക്കേണ്ടി വരുമായിരിക്കാം. അങ്ങനെയൊക്കെ കാര്യം ഒരുപാട് അവർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈസ കൊടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ അവർ ചോദിക്കുന്ന ചില സാധനങ്ങൾ അവർക്ക് കൊടുക്കാൻ തയ്യാറായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അത് സൗദിയുടെ ആത്മരക്ഷാർത്ഥമായിരിക്കും. ഒരു കരാറിൽ ഉൾപ്പെടുന്ന ഇവർ രണ്ടുപേരും തുല്യരല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഉത്തമർണൻ അധമർണൻ എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സ്ഥിരം കടം വാങ്ങിക്കുന്ന ആളും സൗദി സ്ഥിരം കടം കൊടുക്കുന്ന ആളുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കലും തുല്യരാവുന്നില്ല. തുല്യർ തമ്മിലുള്ള ഉണ്ടാവുന്ന കരാറിനല്ലേ ഒരു സാങ്ക്ടിറ്റ്യൂഡ്. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇസ്രായേൽ ഒരു അപ്രഖ്യാപിത ആണവശക്തിയാണ്. അവർ ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവരിൽ നിന്ന് ഖത്തർ പോലുള്ള അവരൊരു സഹോദര രാഷ്ട്രത്തിന് ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ നമുക്ക് വീണ്ടും ആണവ പോർമുന വേണം എന്ന് സൗദിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സൗദി ചോദിച്ച സാധനം കൊടുക്കാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞതല്ല, തിരിച്ച് പാകിസ്ഥാൻ എന്തെങ്കിലും സൗജന്യം ചെയ്ത് കൊടുക്കാമെന്ന് സൗദി അറേബ്യ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. കാര്യം സൗദി അറേബ്യയുടെ ഡിഫൻസ് കംപ്ലീറ്റ് നോക്കുന്നത് അമേരിക്കയാണ് വർഷങ്ങളായിട്ട്. 75 തൊട്ട്, അതായത് അവിടുത്തെ രാജാവിനെ പാകിസ്ഥാനുമായിട്ട് ഞങ്ങളിനി US ഡോളറിൽ കച്ചവടം ചെയ്യില്ല എന്ന് പറയുന്ന ആ സമയത്ത് തന്നെയാണ് അവിടുത്തെ രാജാവിനെ കിങ്ങിനെ വെടിവെച്ച് കൊല്ലുന്നത്. ആ സമയം തൊട്ട് സൗദി അറേബ്യയുടെ സംരക്ഷണം ഏറ്റിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ ന്യൂക്ലിയർ വെപ്പൺസ് കൊടുക്കേണ്ട ഒരു ബാധ്യതയും, അത് അവരുടെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് ബഡ്ജറ്റുകളുള്ള, ഏരിയ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ബഡ്ജറ്റുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയുടെ ഡിഫൻസ് ബഡ്ജറ്റിൻ്റെ 90% പോകുന്നത് അമേരിക്കയിലോട്ടാണ്. അപ്പോൾ അമേരിക്കയൊക്കെ അവരെ അടിമകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്തൊന്നും ഇന്ത്യയെ പോലുള്ള രാജ്യവുമായിട്ട് എതിരിടാനോ അവരുമായിട്ട് ശത്രുത ഉണ്ടാക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ നിർത്തിയിട്ട് ഇന്ത്യ ആക്രമിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഇവർ തമ്മിൽ സഖ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് സൗദി അറേബ്യ ആക്രമിക്കുന്നുള്ള മണ്ടത്തരമൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറയുന്നത് മണ്ടത്തരങ്ങളാണ്, അത് വിഡിത്തങ്ങളാണ്. അതിനെപ്പറ്റി അല്ല, പാകിസ്ഥാൻ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ പുതിയ രാജ്യങ്ങളെ പുറകെ പോകുന്നുണ്ടല്ലോ. ഈ അമേരിക്കയുടെ പുറകെ പോകുന്നു, സൗദി അറേബ്യയുടെ പുറകെ പോകുന്നു, ജർമ്മനിയുടെ പുറകെ പോകുന്നു. അതെന്തായിരിക്കും? ചൈനയെ ഉപേക്ഷിച്ച്? കാര്യം ചൈനയിൽ നിന്ന് അവർക്ക് കിട്ടിയ ആയുധങ്ങൾ, ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഇന്ത്യയുടെ കുറച്ച് ഭാഗങ്ങൾ ചൈനയിലുണ്ട്, അക്സായ് ചിഹ്നം എന്നും പറഞ്ഞു. ഇത് അവിടെ സൂക്ഷിക്കുക, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ ഒരു ചൈനയുമായിട്ടൊരു ബന്ധം അവർക്കുള്ളൂ. ചൈനയ്ക്ക് പ്രത്യേകിച്ച് ഒരു സ്നേഹം അവരുടെ അടുത്തില്ല. കാര്യം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ടെററൈസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. ഉയ്ഗുർ മുസ്ലിങ്ങൾ നമ്മൾ നാസിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിനേക്കാളും നാണിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവരെ കൈകാര്യം ചെയ്യുന്നത്. അവരെ അടിമവേല ചെയ്യിക്കുന്നു, ഉയ്ഗുർ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ആ ചൈനയായിട്ട് ആ രീതിയിൽ ഒരിക്കലും പാകിസ്ഥാന് യോജിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷേ മറ്റു ചില നിർബന്ധങ്ങൾ കൊണ്ട് അവർ പാകിസ്ഥാനുമായിട്ട് യോജിച്ചു പോകുന്നു, പാകിസ്ഥാനും ചൈനയായിട്ട് യോജിച്ചു പോകുന്നുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ 50കൾ തൊട്ട് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പല കോൺഫ്ലിക്റ്റിൻ്റെയും പ്രധാന പങ്കാളി, അതിൻ്റെ പ്രധാന പ്രേരകത്വം ഉള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ ഈ ഏരിയ കൂടുതൽ കലുഷിതമാക്കാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്ന് ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം, അവരുടെ ഒരു എയർബേസ് വിട്ടുകൊടുത്തില്ലെങ്കിൽ അനിഷ്ടമായ ചില കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. കാര്യം വീണ്ടും ഈ റീജിയനിലോട്ട് അമേരിക്ക അവരുടെ എയർഫോഴ്സിനെ കൊണ്ടുവരാനും മിലിറ്ററി കൊണ്ടുവരാനുള്ള അഫ്ഗാൻ ഇന്ത്യ ബോർഡറിലോട്ട് വീണ്ടും അവർ നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് അമേരിക്ക ചെയ്യുന്നത്. കാര്യം അമേരിക്കയ്ക്ക് യുദ്ധം നടക്കുക, ആയുധങ്ങൾ വിൽക്കുക, ഇതാണ് അവരുടെ ഏറ്റവും വലിയ ബിസിനസ്. അതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. അപ്പോൾ സൗദി അറേബ്യ ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് സൗദി അറേബ്യയിൽ നിന്നാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നാണ്.
പാകിസ്ഥാൻ പറയുന്നതിന് ഇന്ത്യയിൽ ആരും മറുപടി പറഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ഒരു പ്രതിരോധ സെക്രട്ടറി പോലും അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഒരു രാജ്യത്തെ പ്രതിരോധ മന്ത്രി പറയുന്നതിന് നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയോ അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയോ ഒക്കെ മറുപടി പറയണ്ട. നമ്മൾ അതിലൊരു മറുപടി പോലും അർഹിക്കുന്നില്ല എന്നുള്ള രീതിക്കാണ് അവർ അതിനെ തള്ളിക്കളഞ്ഞത്. അതിനകത്ത് നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. സൗദിയായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ബന്ധം വളരെ ഊഷ്മളവും ശക്തവുമാണ്. അത് അങ്ങനെ തന്നെ തുറന്നു പോവുകയും ചെയ്യും. അങ്ങനെ അതിനൊരു വ്യത്യാസം പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടാൻ പോകുന്നത് സൗദി അറേബ്യയാണെന്ന് അവർക്ക് തന്നെ അറിയാം.